ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഓരോ കാലം മാറി എന്ന് കരുതി ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ ഉണ്ടല്ലോ. അതായത് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടിയിട്ട് അവർ വന്നിട്ട് പോലും അവർക്ക് നിൽക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചതിൽ തെറ്റില്ല സാർ. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ സാർ, ഈ ക്യാമറക്കാരുടെയും ഈ മൊബൈലുകാരുടെയും അതേസമയം മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേക സ്ഥലത്ത് മാറി നിന്നിരുന്നു, അത് വ്യക്തമായിട്ട് കാണാം സാർ. ഒരു വിഭാഗം കാണാൻ പോയി കഴിഞ്ഞാൽ ആ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ആ താലികെട്ട് കാണാനാണ് സാർ പലരും എന്താണെന്ന് വെച്ചാൽ വളരെ ത്യാഗം ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അവിടെ എത്തുന്നത്. പക്ഷേ ക്യാമറക്കാരുടെയും മൊബൈലുകാരുടെയും ചന്തി കണ്ടിട്ട് പോരേണ്ട അവസ്ഥയാണ് സാർ ഇപ്പം ഉള്ളത്. അതേപോലെ തന്നെയാണ് സാർ ഇതും. ഏതായാലും എന്ന് വെച്ചാൽ സ്വയം അവരവർ തന്നെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും വിവാഹ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ചില വിവാഹങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ക്യാമറ സൈഡിലൊക്കെ നിന്ന് ആളുകൾ കാണാൻ അവസരവും എടുക്കും. അല്ലെങ്കിൽ പല ചടങ്ങുകളിലും പോകുമ്പോൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ ക്യാമറാമാന്മാരുടെ പിൻഭാഗം കണ്ടിട്ട് അതിഥികൾക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്നതിൽ പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മാധ്യമപ്രവർത്തനം പറയാതിരിക്കാനും കഴിയില്ല. സെലിബ്രിറ്റി സലീം കുമാറിന്റെ സദസ്സ ചടങ്ങ് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. ഹലോ. അപ്പോഴ് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്നു. ഇതിന് പൊതു ചടങ്ങല്ല, ഒരു സദസ്സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു ഷാള് കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അറിയാണ്ട് വന്നപ്പോൾ അത് വേറെ വിഷയം. പക്ഷെ ആ നേതാവ് മനസ്സിലാക്കണ്ടേ ഒരു പൊതു ചടങ്ങല്ല. നമ്മുടെ വിഷയം അതല്ല, അത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. അത് നമുക്ക് ഇതിൽ പറയും. ഓക്കെ, ശരി ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇല്ല, നമ്മളെ ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ആളാകാൻ വേണ്ടി നിൽക്കുമല്ല വേണ്ടത്. ചിലപ്പോൾ ഞാൻ ഒരു കാലത്ത് ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളെ എന്നും ഈ ന്യൂസ് ചാനൽ എന്നും കാണുന്ന ആളാണ്, വേറെ ചാനൽ പരിപാടിയൊന്നും കാണില്ല. അതുപോലെ തന്നെ ഞാൻ ആശ്രയിക്കേണ്ടായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ പേര് വളർന്നുകൊണ്ട് ഒരു ITI ന്യൂസ് മറ്റൊരു ഒരു വ്യക്തി, അയാൾ ആരെ കൊണ്ട് എന്തും പറയാനുള്ള അവസ്ഥയായിട്ടുണ്ട്. വളരെ വളരെ ഈ സതീശെ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അയാൾ ഏതെല്ലോ പെണ്ണുങ്ങളെ പിന്നെ ശബ്ദം വെച്ചുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുക. ഇത്തരം ആൾക്കാരെ അടിയന്തരമായിട്ടും നിയമം മൂലം അല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം കഴിച്ച് നിരോധിച്ചേ പറ്റൂ. കാര്യം കുറച്ച് ഇതൊന്നുങ്ങളല്ലേ ആ ITI ന്യൂസ് ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ചാനല. ആ രാഹുൽ മാർഗത്തെ വിഷയം വന്നപ്പോൾ ആ പുള്ളി 250 അവസ്ഥയിലാണ്. ഇത് മാത്രം, വേറെ വിഷയമില്ല പുള്ളിക്ക്. ഇതൊക്കെ വലിയ പൈസ വാരി ചെയ്യുന്ന പരിപാടി. അങ്ങനെയുള്ള കുറെ യൂട്യൂബർമാരെ അടിയന്തരമായിട്ട് നിയന്ത്രിക്കണം. അത് ഗവൺമെന്റ് അതിന് പുതിയ നിയമ ഭേദഗതി ചെയ്താൽ പോലും. ആരാണ് എന്ന് എനിക്കറിയില്ല ശ്രീദാസൻ. ITI ന്യൂസ് ചങ്ങായിണ്ട്. ആയിക്കോട്ടെ, നമുക്ക് ഇപ്പൊ ആരെയും വ്യക്തിപരമായി ഇപ്പൊ ഒരാളുടെ മാത്രം പ്രശ്നമല്ല, വ്യക്തിപരമായിട്ട് പിന്നെ പറയില്ല. ഞാൻ വ്യക്തമായ ആളുടെ പേര് പറഞ്ഞ സുനിൽ മാത്യു, അവന്റെ പേര്. ശ്രീദാസൻ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ പലതരത്തിലും പല ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവർ വിയോജിപ്പുള്ളവരും അനുകൂലിക്കുന്നവരൊക്കെ ആണ്. അത് പോട്ടെ, നമുക്ക് ഈ വലിയ ഈ തെറി പറയുന്ന സ്ഥിരമായി തെറി മാത്രം പറയുന്ന ആളുകൾക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആരാധകരൊക്കെ ഉള്ള നാട് കൂടിയാണ് നമ്മുടേത്. അപ്പൊ നമുക്ക് അതൊന്നും അത് തന്നെയാണ് വേണ്ടത്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി. നസീറാണ്, തൊടുപുഴയിൽ നിന്നാണ്. അതിനു മുമ്പ് ഈ കേരള പോലീസിൻ്റെതായി ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കുറിപ്പുണ്ട്. നമുക്കത് പ്രധാനമാണ്, അത് വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ കുറിപ്പ് ഞാൻ വായിക്കാം. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നവർ അറിയാനാണ്. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും അപകടങ്ങളും ഒക്കെ ചിലർക്ക് സമൂഹ മാധ്യമങ്ങൾ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളായി മാറുന്നു. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, മൗലിക അവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയല്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടി കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോയോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നത് കേരള പോലീസ് അറിയിക്കുന്നു. ഈ വകുപ്പ് പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെതിരെയെങ്കിലും കേരള പോലീസ് കേസുകൂടി എടുത്തിരുന്നെങ്കിൽ
ഈ ഇതിൽ ഒരു പരിധിവരെയെങ്കിലും കുറവുണ്ടാകുമായിരുന്നു എന്ന് തോന്നി. ഈ കാര്യം എന്തായാലും ഓർമ്മിപ്പിക്കാനെങ്കിലും തയ്യാറായ കേരള പോലീസ് എന്തായാലും ഈ സമയത്ത് കൊള്ളാം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ കുറേയേറെ യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ആ യൂട്യൂബ് കമൻറ്റുകൾ കൂടി നോക്കണം. കാരണം ഇത് ആളുകൾക്ക് വലിയ പലരും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. പലരും പല തവണയായി അനുഭവിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇങ്ങനെ മരണവീടുകളിലൊക്കെ വന്ന് കണ്ടന്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പേരിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. ശ്രീ ഷിജു കിരിയത്ത് നമസ്കാരം പറയുന്നു. യു ഗൈസ് ഫ്രം ദി മെയിൻ മീഡിയ ആൻഡ് KUWJ ഷുഡ് കം ഫോർവേഡ് ടു കൺട്രോൾ ദിസ് ആസ് വി സ്റ്റിൽ ഹാവ് ട്രസ്റ്റ് ഓൺലി ഇൻ മെയിൻ മീഡിയ എന്ന് പറയുന്നു. എന്തായാലും അത് പ്രധാനപ്പെട്ട തന്നെയാണ്. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും പത്രപ്രവർത്തക യൂണിയനും KUWJ ഒക്കെ ഇക്കാര്യത്തിൽ ഗൗരവമായ ഉത്തരവാദിത്തോടു കൂടി ഇടപെട്ട് തിരുത്തേണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളും അല്ലെങ്കിൽ ഭാവിയിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടി അത്തരം ഇടപെടലുകൾ നടത്തേണ്ടത് തന്നെയാണ്. താങ്കളത് ഗൗരവത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. സുൽകുമാറും മുരളീധരനും ഒക്കെ നമസ്കാരം പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.